ഏവർക്കും പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 വിദ്യാർത്ഥികളുടെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികളും പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും എല്ലാ പ്രാക്ടിക്കൽസും മികച്ച രീതിയിൽ എഴുതി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി 2023 പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനെ ബേസ് ചെയ്ത് ഭംഗിയായിട്ട് പഠിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് ഈ വർഷത്തെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മികച്ച രീതിയിൽ എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കും. അവസാനവട്ടം ഒരുക്കമെന്ന രീതിയിൽ ഓരോ ലാബിലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കീ പോയിന്റ്സ് ആണ്, മസ്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട 1-2 പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈവ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ജസ്റ്റ് ഒന്ന് കാണുക. ആത്മവിശ്വാസത്തോടുകൂടി മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചെയ്യൂ. തീർച്ചയായും നിങ്ങൾക്ക് 40 ഔട്ട് ഓഫ് 40 സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ലാബ് 1 വാല്യൂ ഓഫ് ഫംഗ്ഷൻ, അതിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു അപ്ലറ്റ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോൾ വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ അതാണല്ലോ കാണേണ്ടത്. എന്താണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്? കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഇതേപോലത്തെ അല്ലേ നമ്മുടെ 2023 അല്ലെങ്കിൽ നമ്മുടെ ലാബ് മാനുവൽ ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന പോയിന്റ് ആ കർവിലുള്ള ആ ഫംഗ്ഷനിലുള്ള ഒരു പോയിന്റ് ആണ്. ഈ ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ് ആണ് എല്ലായ്പ്പോഴും ആൻസർ. എന്താണ് ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ്? ഫസ്റ്റ് ലാബിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ആൻസർ എഴുതുമ്പോൾ എന്താണ് എഴുതേണ്ടത്? ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ്. ഇത് a ആണെങ്കിൽ ഇപ്പുറത്ത് കിട്ടും f ഓഫ് a, വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ നൽകുന്നത് ആരാണ്? y കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ ബി. അത് മാത്രം ഓർത്തിരിക്കുക. ഇനി ഫൈൻഡ് വാല്യൂ ഓഫ് √5.2 എന്ന് ചോദിച്ചാൽ ഇൻപുട്ട് ബോക്സിൽ എന്ത് കൊടുക്കും? അവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? റൂട്ട് എക്സ് എന്ന് കൊടുക്കണം. കമാൻഡ് നിങ്ങൾക്കറിയാം, SQRTX. എന്നിട്ട് സ്ലൈഡർ വാല്യൂയിൽ എന്ത് കൊടുക്കണം? 5.2. എന്റർ കൊടുക്കുമ്പോൾ ആൻസർ എവിടെ വരും? ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ് ആയിട്ട് വരും. അതുപോലെ ക്യാപിറ്റൽ സിയുടെ y കോർഡിനേറ്റും എന്ത് തന്നെയാണ്? ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ cos 3.4 ചോദിച്ചാൽ ഫംഗ്ഷൻ cos x, സ്ലൈഡർ വാല്യൂ 3.4. ഇത്രയും അറിഞ്ഞാൽ ലാബ് 1 ഓക്കെയാണ്, കിട്ടി മാർക്ക് 8. നെക്സ്റ്റ് ലാബ് 2 വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ലാബാണ്, ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. തീർച്ചയായും 2 തരം ഷിഫ്റ്റിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ്, നമ്മൾ സ്ലൈഡർ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഗ്രാഫ് മേളിലോട്ടും താഴോട്ടും പോവുകയാണെങ്കിൽ വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ്. ഇനി ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും എക്സ് ആക്സിന് പാരലായിട്ട് ഹൊറിസോണ്ടൽ ഷിഫ്റ്റിംഗ് എന്ന് പറയും. അങ്ങനെ മൂവ് ചെയ്താൽ എന്ത് പറയും? ഇങ്ങനെ പോയാൽ എന്ത് പറയും? ഹൊറിസോണ്ടൽ ഷിഫ്റ്റിംഗ്. ഇങ്ങനെ വന്നാൽ എന്ത് പറയും? വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ്. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. തീർച്ചയായും ആ ലാബിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, കോയിൻസൈഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. കോയിൻസൈഡ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്താണോ ആ ഫംഗ്ഷൻ എല്ലായ്പ്പോഴും താഴെ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പലരും ഇൻപുട്ട് ബോക്സിലടിക്കും, തെറ്റ്. കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷനുമായിട്ടാണോ കോയിൻസൈഡ് ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ എവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം? ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യണം. പിന്നെ അതിനകത്ത് ഓർത്തിരിക്കേണ്ടത് ഡൊമൈനും റേഞ്ചും. നിങ്ങൾക്കറിയാം sin x cos x, x square +2, x square -5, അത്തരം ഫംഗ്ഷൻസ് ആയാലും mod x +2, mod x -5, ഇത്തരത്തിലുള്ള എല്ലാ ഫംഗ്ഷന്റെയും ഡൊമൈൻ ക്യാപിറ്റൽ R, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, sin x cos x, x square +2, x square -1, അതുപോലെ mod x +2, മോഡുലസ് ഓഫ് x -5, ഇത്തരത്തിലുള്ള എല്ലാ ഫംഗ്ഷന്റെയും ഡൊമൈൻ എന്താണ്? ക്യാപിറ്റൽ R. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള എക്സ് വാല്യൂ അതിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്, അല്ലെ? ആ എക്സ് വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന കറസ്പോണ്ടിങ് y വാല്യൂ അതിനെയാണ് എന്ത് പറയുന്നത്? റേഞ്ച്. റേഞ്ച് ഒക്കെ എങ്ങനെ കണ്ടെത്തണമെന്ന് നിങ്ങൾക്കറിയാം, അത് ഒത്തിരി ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കീ പോയിന്റ്സ്. നെക്സ്റ്റ് ലാബ് 3 ഡൊമൈൻ ആൻഡ് റേഞ്ച്. പുതുമയൊന്നുമില്ല, കുറെ ഫംഗ്ഷൻസ് തരും, ഡൊമൈൻ കാണുക, റേഞ്ച് കാണുക. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ലാബ് 3 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ടു പഠിച്ചാൽ മതി. ലാബ് 3 ഡൊമൈൻ ആൻഡ് റേഞ്ച് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ലാബ് 4 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാബാണ്. അതിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഒരു അപ്ലറ്റ് കൺസ്ട്രക്ഷൻ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഗതി കിട്ടും. ഇതെന്താണ്? യൂണിറ്റ് സർക്കിൾ, റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ. ഈ സർക്കിളിന്റെ ഈ ഒരു ജനറൽ പോയിന്റ് ക്യാപിറ്റൽ P എന്ന് പറയുന്നത് എന്താണ്? ഓർത്തിരിക്കണം മസ്റ്റ് ആയിട്ട്.
ക്യാപിറ്റൽ പിയുടെ എക്സ് കോർഡിനേറ്റ് കോസ് വാല്യൂവും y കോർഡിനേറ്റ് എന്താണ് സൈൻ വാല്യൂ. മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ലാബ് 4-ൽ ക്യാപിറ്റൽ പി സർക്കിളിലെ ഒരു ജനറൽ പോയിന്റ്, അതിന്റെ എക്സ് കോർഡിനേറ്റ് കോസ് എ, y കോർഡിനേറ്റ് എന്താണ് സൈൻ എ. ആരാണ് എ? ആ സ്ലൈഡർ വാല്യൂ. അപ്പൊ നമുക്ക് കോസ് 4.5 കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലൈഡറിൽ എന്തടിച്ചു കൊടുക്കണം? 4.5. അപ്പോൾ എന്റർ കൊടുക്കുമ്പോൾ ഇവിടെ വരുന്ന എക്സ് കോർഡിനേറ്റിന്റെ ആൻസർ എന്താണ്? കോസ് 4.5ന്റെ ആൻസർ എന്താണ്? ഇവിടെ എക്സ് കോർഡിനേറ്റിന്റെ ആൻസർ. ഇനി സൈൻ 4.5 ആണെങ്കിലോ y കോർഡിനേറ്റിന്റെ ആൻസർ എന്താണ്? y കോർഡിനേറ്റ്, അതാണ് സൈൻ 4.5ന്റെ ആൻസർ. ഇനി സൈനും കോസും മാത്രമേ ഈ അപ്ലറ്റ് യൂസ് ചെയ്ത് കണ്ടെത്താൻ പറ്റൂ. അപ്പൊ സീക്ക് ചോദിച്ചാൽ, കൊസീക്ക് ചോദിച്ചാൽ, ടാൻ ചോദിച്ചാൽ, കോട്ട് ചോദിച്ചാൽ എന്താണ് അറിയണം? സീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കോസ്. കോസ് ആരാണ്? എക്സ് കോർഡിനേറ്റ്. അപ്പൊ 1 സ്മോൾ ലെറ്റർ എക്സ് ഓഫ് ക്യാപിറ്റൽ പി, എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ പിയുടെ റെസിപ്രോക്കൽ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? സീക്ക് വാല്യൂ. അപ്പൊ സ്വാഭാവികമായിട്ടും കൊസീക്ക് എന്തായിരിക്കും? നിങ്ങൾക്കറിയാം 1 y കോർഡിനേറ്റ് ഓഫ് പി. അപ്പൊ സ്വാഭാവികമായിട്ടും ടാൻ എന്തായിരിക്കും? നിങ്ങൾക്കറിയാം. ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ്. സൈൻ ആരാണ്? y കോർഡിനേറ്റ്. y ഓഫ് പി ഡിവൈഡഡ് ബൈ x ഓഫ് പി. ക്യാപിറ്റൽ പി ആണ്, എക്സ് വൈയും സ്മോൾ ലെറ്റർ കൊടുക്കുക. കോസ് കൊസീക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു 1 y ഓഫ് പി. ഇതേപോലെ കോട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ. കമാൻഡ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും, ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. സോ ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ മസ്റ്റ് ആയിട്ട് ഓർമ്മിക്കേണ്ടത് ക്യാപിറ്റൽ പിയുടെ എക്സ് കോർഡിനേറ്റ് കോസ് വാല്യൂ, y കോർഡിനേറ്റ് സൈൻ വാല്യൂ. ഈ എ എന്ന് പറയുന്നത് എന്താണ്? സ്ലൈഡർ വാല്യൂ ആണ്. വളരെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ഫസ്റ്റ് ഇയർ ലാബുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ മതി. സർക്കിൾ, പരാബോള, അങ്ങനെ ഒത്തിരി ലാബുകൾ അല്ലെ, ലിമിറ്റ്സ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ലിമിറ്റ്സ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് മാത്രം ഓർത്താൽ മതി. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ലിമിറ്റ് എന്ന ലാബ് ചെയ്യാൻ ഒരൊറ്റ ഐഡിയ മതി. നെക്സ്റ്റ് സെക്കൻഡ് ഇയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലാബാണ് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. നിങ്ങൾക്കറിയാം ഏരിയ കാണാൻ ഒരു കമാൻഡ് ഉണ്ട്, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും, കാണാതെ പഠിക്കേണ്ട. സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു ഇന്റഗ്രൽ ബ്രാക്കറ്റ് കൊടുത്തിട്ട് എഫ് കോമ ലോവർ ലിമിറ്റ് കോമ അപ്പർ ലിമിറ്റ്. ഈ കമാൻഡ് കൊടുക്കുമ്പോൾ എഫ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഫംഗ്ഷൻ ഓഫ് എക്സ്. അതായത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അതാണ് എഫ് എന്ന് പറയുന്നത്. y ഈക്വൽ ടു എന്താണോ അതാണ് ഫംഗ്ഷനിൽ കൊടുക്കേണ്ടത്. ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യാൻ ഒരു ഇൻപുട്ട് ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ ഇൻപുട്ട് ബോക്സിൽ എല്ലായ്പ്പോഴും കൊടുക്കേണ്ടത് y ഈക്വൽ ടു എന്താണോ അതാണ് കൊടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ y ഈക്വൽ ടു 4x ആണെങ്കിൽ ഇവിടെ എഫിന്റെ അവിടെ എന്ത് കൊടുത്താൽ മതി? 4x കൊടുത്താൽ മതി, നോ പ്രോബ്ലം. y സ്ക്വയർ ഈക്വൽ ടു 4x ആണെങ്കിലോ എങ്കിൽ ഇവിടെ 4x കൊടുത്താൽ തെറ്റാണ്. y ഈക്വൽ ടു എന്താണോ, സോ y ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് 4x. എങ്ങനെയാണ് കമാൻഡ്? sqrt 4x ഫ്രം എന്താണ് 2 to 3 എങ്കിൽ x ഇവിടെ 2 കൊടുക്കുക, സോറി എക്ക് 2 കൊടുക്കുക, ബിക്ക് എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് ഏത് പോയിന്റ് മുതൽ ഏത് പോയിന്റ് വരെ ആ പോയിന്റ് ആണ് എയും ബിയും സൂചിപ്പിക്കുന്നത്. ഇനി കഴിഞ്ഞ വർഷം ചോദിച്ചത് എങ്ങനെയാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. സർക്കിൾ, ഇതിന്റെ ഏരിയ കണ്ടെത്തണം. എന്ത് ചെയ്യണം? y സ്ക്വയർ ഈക്വൽ ടു നിങ്ങൾക്കറിയാം 9 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ y ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. തെറ്റിക്കരുത്. ചില കുട്ടികൾ എന്ത് ചെയ്യും? 3 മൈനസ് എക്സ് എന്ന് എഴുതും. തെറ്റ്. y സ്ക്വയർ ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ എങ്കിൽ y ഈക്വൽ ടു എന്താണ്? റൂട്ട് 9 മൈനസ് എക്സ് സ്ക്വയർ. ഇൻപുട്ട് ബോക്സിൽ എന്തടിച്ചു കൊടുക്കണം? SQRT ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുക്കണം? 9 മൈനസ് എക്സ് സ്ക്വയർ. SQRT 9 മൈനസ് എക്സ് സ്ക്വയർ. അതുപോലെ നമ്മുടെ ലാബ് മാനുവലിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എലിപ്സിന്റെ ഏരിയ കാണുന്നത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ എക്സ് ആക്സിസിൽ ഇപ്പൊ സർക്കിൾ ഇങ്ങനെ സെമി സർക്കിൾ ആയിട്ട് വരികയാണെങ്കിൽ ഇത് -3, ഇത് +3 ആണെങ്കിൽ ആ പോയിന്റ് ഇവിടെ -3 കൊടുക്കുക, +3 കൊടുക്കുക. അപ്പൊ സെമി സർക്കിൾ ആണ് കിട്ടുന്നത്. ഫുൾ ഏരിയ കാണാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓർത്തിരിക്കുക. നെക്സ്റ്റ് ചിലപ്പോൾ എലിപ്സിന്റെ ഏരിയ കാണാൻ ചോദിക്കാം. നമ്മുടെ ലാബ് മാനുവലിൽ ആ ക്വസ്റ്റ്യൻ ഉണ്ട്. x² / 25 + y² / 9 = 1. ഈ എലിപ്സിന്റെ ഏരിയ കാണണമെങ്കിൽ ഇവിടെയും എന്ത് ചെയ്യണം? y ഈക്വൽ ടു എന്താണോ അതാണ് ഇവിടെ കമാൻഡിൽ ടൈപ്പ് ചെയ്യേണ്ടത് ഇൻപുട്ട് ബോക്സിൽ. അപ്പോൾ ഇതിൽ നിന്ന് y യുടെ വാല്യൂ കണ്ടെത്തണം. അറിയാം y² / 9 = 1 മൈനസ് x² / 25. ക്രോസ് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y കിട്ടും. പക്ഷെ പല കുട്ടികളും തെറ്റിക്കാറുണ്ട്. അതുകൊണ്ട് ഷോർട്ട് കട്ട്, നോട്ട് ദ പോയിന്റ്, ഷോർട്ട് കട്ട്. y ഈക്വൽ ടു വെരി സിമ്പിൾ. ഇത് 9/25, ഇത് ബൈ ഇത് അതിന്റെ റൂട്ട് എടുക്കും. അപ്പൊ എന്ത് കിട്ടും? 3/5. 9ന്റെ റൂട്ട് 3, 25ന്റെ റൂട്ട് 5. Then root of very simple. ഇത് മൈനസ് ഇത് 25 മൈനസ് എക്സ് സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്താലും ഇത് തന്നെ കിട്ടും. സിംപ്ലിഫൈ ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇൻ കേസ് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. എന്താണ്? ഇത് ബൈ ഇത് അതിന്റെ റൂട്ട്. Then റൂട്ട്
25 മൈനസ് എക്സ് സ്ക്വയർ. ആദ്യം ഇരിക്കുന്ന ടേം ഇത് മൈനസ് ഇത് ചെയ്താൽ y കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാലും കിട്ടും. സോ അവിടെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഏരിയ. ഇനി മറ്റൊരു കാര്യം കൂടെ ഓർത്തിരിക്കേണ്ടത്, നമുക്ക് ഏരിയ കാണുമ്പോൾ ഈ എക്സ് ആക്സിസിന്റെ എബോവ് കുറച്ച് ഷെയ്ഡഡ് പോർഷൻ ഉണ്ട്, താഴെ കുറച്ച് ഷെയ്ഡഡ് പോർഷൻ ഉണ്ടെങ്കിൽ ടോട്ടൽ ഏരിയ കാണുമ്പോൾ ഫംഗ്ഷൻ എങ്ങനെ എഡിറ്റ് ചെയ്യണം? മോഡുലസ് ഫംഗ്ഷൻ കൊടുക്കണം. ഈ താഴെ ഇരിക്കുന്ന ഏരിയ മേളിൽ ജമ്പ് ചെയ്യാൻ വേണ്ടി, ആ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഫംഗ്ഷൻ ഇൻപുട്ട് ബോക്സിൽ എന്ത് കൊടുക്കണം? എക്സ് സ്ക്വയർ മൈനസ് 5 ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 5 കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായും ഓർത്തിരിക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. ഇനി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഈ വർഷം സിലബസിൽ ഉൾപ്പെടുത്തിയതാണ്. തീർച്ചയായിട്ടും ആ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്, ആ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് കുറച്ച് ഇനിക്വാളിറ്റി, അത് നമ്മൾ എന്ത് ചെയ്യുക? ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യുക. ഓരോ ഇനിക്വാളിറ്റി ടൈപ്പ് ചെയ്തിട്ട് ആൻഡ് വീണ്ടും ഇനിക്വാളിറ്റി ആൻഡ് കമാൻഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും, അതുപോലെ അടിക്കുക. അപ്പോൾ ഒരു ഫീസിബിൾ റീജിയൻ കിട്ടും. ആ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ് കാണുന്നതിന് വേണ്ടി താഴെ ഇൻപുട്ട് ബാറിൽ ഒരു കമാൻഡ് കൊടുക്കണം. അത് നമ്മളാണ് ഓർത്തിരിക്കേണ്ടത്. കോർണർ ബ്രാക്കറ്റിനകത്ത് സ്മോൾ ലെറ്റർ എ, അത് ആ LPP കൺസ്ട്രെയിൻസിന്റെ ആ ഫോർമുലേറ്റ് അവിടെ ക്വസ്റ്റ്യനിൽ കാണും, പിന്നെ ഓൾജിബ്രയിൽ കാണും. സ്മോൾ ലെറ്റർ എ അടിക്കുമ്പോൾ കോർണർ പോയിന്റ് കിട്ടും. ആ കോർണർ പോയിന്റിലെ മാക്സിമം വാല്യൂ ആണ് മാക്സിമം വാല്യൂ, മിനിമം ആണ് മിനിമം വാല്യൂ. ഇത്രയും കാര്യങ്ങളാണ് ലീനിയർ പ്രോഗ്രാമിംഗിൽ ഓർത്തിരിക്കേണ്ടത്. നെക്സ്റ്റ് ഫംഗ്ഷൻസ്, ലാബ് 18 സെക്കൻഡ് ഇയറിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ലാബ്. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് 1 ആണോ 1 ആണോ? അപ്പൊ സപ്പോസ് ഇതാണ് ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ മനസ്സിൽ വരയ്ക്കുക, സങ്കല്പിക്കുക. ഒന്നിൽ കൂടുതൽ പോയിന്റിൽ കട്ട് ചെയ്താൽ ഫംഗ്ഷൻ നോട്ട് 1 വളഞ്ഞു വന്നാൽ 1 ആകത്തില്ല. അപ്പൊ ഇതെന്തല്ല? 1 അല്ല. ഇനി 1 ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരു ഫംഗ്ഷൻ 1 ആകണമെങ്കിൽ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയിരിക്കണം. ഇപ്പൊ സപ്പോസ് ഇത് എന്താന്നിരിക്കട്ടെ 3 എന്നിരിക്കട്ടെ, ഇവിടെ എന്താണ്? ഇത് -3 എന്നിരിക്കട്ടെ. എങ്കിൽ ഇതിന്റെ റേഞ്ച് എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ -3,3. ഇവന്റെ റേഞ്ച് എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ -3,3. ഇതും കോഡൊമൈനും ഈക്വൽ ആണെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ? ഫംഗ്ഷൻ 1 ആകത്തുള്ളൂ. ഇനി ഫംഗ്ഷൻ 1 ആക്കാൻ ഡൊമൈൻ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. എവിടെയാണോ വളയുന്നത്, സപ്പോസ് ഇതാണ് ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. എങ്കിൽ ഇത് 1 ആണോ? ഇപ്പോ 1 ആണോ? അല്ല, ഇവിടെ വളയുന്നു. അപ്പോൾ 1 ആക്കാൻ വേണ്ടി ഈ 0 എന്ന് പറയുന്ന പോയിന്റ് റൈറ്റ് സൈഡിലോട്ട് മാത്രം വാല്യൂസ് ചൂസ് ചെയ്യുക. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യുക. എന്ത്? ഡൊമൈൻ. അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് റെസ്ട്രിക്ട് ചെയ്താൽ ആ ഫംഗ്ഷൻ എന്താകും? 1 ആകും. കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആക്കി റെസ്ട്രിക്ട് ചെയ്താൽ ആ ഫംഗ്ഷൻ 1 ആകും. ഇത്രയും കാര്യങ്ങളാണ് ഫംഗ്ഷൻ എന്ന ലാബിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇനി ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ. നിങ്ങൾക്കറിയാം, ഒരു ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിംഗ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിംഗ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിംഗ്, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിംഗ്. മാക്സിമം മിനിമം ഒക്കെ അറിയാം, ഗ്രാഫ് നോക്കി മാക്സിമം വാല്യൂ എഴുതാം, മിനിമം വാല്യൂ ഒക്കെ എഴുതാം. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കീ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതൊക്കെ മതി നിങ്ങൾക്ക് 40 ഔട്ട് ഓഫ് 40 സ്കോർ ചെയ്യാൻ. മറക്കരുത്, ഒബ്സർവേഷൻ ബുക്ക് സർട്ടിഫൈ ചെയ്തത് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യുക. പ്രാക്ടിക്കൽ എക്സാമിനേഷന് കിട്ടി മാർക്ക് 4. നിങ്ങൾ ചെയ്യുന്ന ലാബുമായി ബന്ധപ്പെട്ട് സിമ്പിൾ മാത്തമെറ്റിക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കും. വൈവയ്ക്ക് കിട്ടി 4 മാർക്ക്. ഏതെങ്കിലും 4 ലാബ് പൂർത്തിയായി കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് കിട്ടി 32. സോ ടോട്ടൽ 40 ഔട്ട് ഓഫ് 40 നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.